ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ നിലപാട് എടുത്തില്ല എന്നായിരുന്നു. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പരിശോധിക്കുന്ന യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തത് തെറ്റായെന്ന് തുറന്നു സമ്മതിക്കുകയാണ് സിപിഐഎം. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിച്ചിട്ടും പാർട്ടി വെള്ളാപ്പള്ളിയെ പൂർണ്ണമായി അവഗണിച്ചിരുന്നില്ല. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് സിപിഐഎം ഇപ്പോൾ വിലയിരുത്തുന്നത്. വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിലെ സ്വയം വിമർശനം. സിപിഐഎമ്മിന്റെ ഇപ്പോഴത്തെ മനംമാറ്റം വൈകി വന്ന വിവേകമാണോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. 10 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മിനും ഇടതുമുന്നണിക്കും നേരിട്ട കനത്ത പരാജയത്തിന്റെ കാരണമായി പല രാഷ്ട്രീയ നിരീക്ഷകരും എടുത്തു കാട്ടിയിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന പേരിനെ കൂടിയായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ സിപിഎമ്മിന് കുറച്ചുകൂടി ജാഗ്രത പാലിക്കാമെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ പുകയുമ്പോൾ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ചിലത് പറയാനുണ്ട്. വെള്ളാപ്പള്ളിനെ കാർ കയറ്റി കൊണ്ടുപോയതൊക്കെ ഒരു പ്രശ്നമായില്ലേ തെരഞ്ഞെടുപ്പില്? പ്രശ്നമാകാതിരിക്കുന്ന എങ്ങനെ? വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് നാടിന്റെ ഇപ്പം കരടായിപ്പോ വൈകി വന്ന വിവേകമാണോ? ഇന്നിപ്പോ വെള്ളാപ്പള്ളിയുമായിട്ട് പിന്തുണച്ച് കുറച്ച് പ്രശ്നമായെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സിപിഎം. വൈകി ഉദിച്ച ബുദ്ധി തന്നെയാണ് അത്. ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ശരിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ദോഷമായിട്ടുണ്ട് തീർച്ചയായിട്ടും. മുഖ്യമന്ത്രിക്ക് വാദിച്ചതെന്ന് പറഞ്ഞാൽ അവർ തോറ്റില്ല, LDF തോറ്റില്ല. പിന്നെ അയാളുടെ കയ്യിലിരിപ്പുണ്ട്, അയാൾ പറഞ്ഞാൽ ഇവിടുത്തെ ശോഭന്മാർ കേൾക്കുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ അവരുടെ നാവിന്റെ ദോഷമല്ലേ ഇതൊക്കെ പറ്റിയത്. ഇല്ലാതെ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. CPM-നെ അത് പിന്തുണച്ച് സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ പിന്തുണച്ചതും തെറ്റായി പോയെന്ന് കരുതുന്നു. ഒരിക്കലുമില്ല. കാരണം എല്ലാ കാലത്തും വെള്ളാപ്പള്ളി നടേശനും വിശ്വസിക്കുന്ന സമുദായം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതങ്ങനെ തന്നെയുള്ളൂ. മറിച്ച് തിരിച്ച് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയാതെ മുസ്ലിം പ്രീണനമാണെന്നൊക്കെ പറയും. അത് തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ കണ്ടതാണ്. കാരണം മനുമോനിസം എന്നുള്ള ഒരുപാട് ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ സമുദായം എല്ലായ്പ്പോഴും LDF-നോടൊപ്പമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരൊന്നും സമുദായത്തിലുള്ള ഇല്ല. അതൊരിക്കലുമില്ല. വെള്ളാപ്പള്ളി പൂർണ്ണ പിന്തുണ തന്നെയാണ് പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ അടിത്തറയും CPM-നെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുയിസം വോട്ടുകളെല്ലാം തന്നെ പാർട്ടി വോട്ടുകളാണ്. പാർട്ടിയിൽ നിന്നാണ് ഹിന്ദുയിസത്തിൽ നമ്മുടെ ബേസി ഇടവാസിന്റെ വോട്ടെല്ലാം മാറാതെ തന്നെ നിൽക്കുന്ന കട്ട വോട്ടുകളാണ്. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ കേരള ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ഓരോ സമയവും അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലാണ് അത് നേർവിപരീതമായ ഫലങ്ങൾ ഒന്നിലധികം തവണ ഉണ്ടാക്കിയിരിക്കുന്നതും. ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അപ്പോഴും വെള്ളാപ്പള്ളി നടേശനെയും CPM-ഉം തമ്മിലുള്ള ബന്ധത്തിൽ CPM-ന് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത കുറവുണ്ടായോ എന്ന കാര്യത്തിൽ ജനങ്ങൾക്കും ഭിന്ന അഭിപ്രായങ്ങളുണ്ട്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.